കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക വികസനത്തിന് സംരംഭകത്വ വളർച്ച അനിവാര്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. നജീബ് കാന്തപുരം എം.എൽ.എ. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ നടപ്പാക്കുന്ന സാമൂഹ്യ സംരംഭക പ്രോത്സാഹന പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച സ്കെയിൽ അപ്പ് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വി.ഡി. സതീശൻ. നിർമ്മിത ബുദ്ധിയുടെയും സാങ്കേതിക രംഗത്തെയും വളർച്ച സംരംഭക മേഖലയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കണമെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ പ്രതിപക്ഷ ഉപനേതാവ് പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക വികസനത്തിന് സംരംഭകത്വ വളർച്ച അനിവാര്യമാണെന്നും കേരളത്തിന്റെ സമ്പദ്ഘടനയെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന യുവ സംരംഭകർ ഉയർന്നു വരേണ്ടതുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. ഒരു സംരംഭത്തെ വലിയ നേരത്തെ പറഞ്ഞതുപോലെ റിസ്ക് ഉണ്ട്, ചിലപ്പോൾ പരാജയങ്ങൾ ഉണ്ടാവും. ചെറിയ ചെറിയ പരാജയങ്ങളില്ലാതെ ഏത് വിജയമാണ് ആർക്കാണ് ഉണ്ടായിരിക്കുന്നത്? എത്രയോ വലിയ ആളുകൾ എത്രയോ പരാജയങ്ങളെ മറികടന്നുകൊണ്ടാണ് വന്നത്. പിന്നെ ഇന്നത്തെ കാലത്ത് ടെക്നോളജി plays a big role, അല്ലേ? ടെക്നോളജി അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വളരെ വേഗത്തിലാണ്. എല്ലാ ഓട്ടോമേഷൻ വരിക, എല്ലാ രംഗത്തും വരുന്നത് സ്പീഡിലാണ്. പണ്ടുണ്ടായിരുന്ന ബിസിനസ്സുകാർക്ക് അത്രയും ഇഷ്യൂ ഇല്ല, വളരെ സ്ലോ ആയിട്ടാണ് ഓട്ടോമേഷൻ വന്നിരുന്നത്, ടെക്നോളജി ഡെവലപ്മെന്റ് വന്നിരുന്നത്. ഇപ്പൊ ടെക്നോ ഫ്യൂഡലിസം എന്നാണ് പറയുന്നത്. ക്ലൗഡായി ബിസിനസ്സൊക്കെ, ക്ലൗഡ് ഫിനാൻസിങ് ആയി, ക്ലൗഡ് ഇതായി. അപ്പോൾ ഈ ടെക്നോളജിക്കൽ രംഗത്തുണ്ടായിരിക്കുന്ന അത്ഭുതകരമായ വിസ്മയകരമായ മാറ്റവും വേഗതയും അതിനെ നമ്മൾ കൃത്യമായി ഫോളോ ചെയ്തുകൊണ്ട് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം. വിദേശ രാജ്യങ്ങളിലേക്ക് തൊഴിൽ തേടിപ്പോകുന്ന യുവാക്കളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. യുവാക്കൾ മറ്റു നാടുകളിലേക്ക് ചേക്കേറുന്നത് നാടിന്റെ സാമൂഹിക സാമ്പത്തിക വളർച്ചയെ പ്രതികൂലമായി ബാധിക്കും. നാട്ടിലെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തി മികച്ച സംരംഭങ്ങൾ കൊണ്ടുവരുന്നതിന് യുവാക്കൾ തയ്യാറാകണമെന്നും വി.ഡി. സതീശൻ അഭിപ്രായപ്പെട്ടു. യാഥാർത്ഥ്യബോധവും വ്യക്തമായ കാഴ്ചപ്പാടും കണക്കുകൂടലുകളും ഇല്ലാതെ സംരംഭം തുടങ്ങുന്നതാണ് ഈ രംഗത്തെ വലിയ വെല്ലുവിളി. സ്റ്റാർട്ടപ്പുകൾക്ക് ആഴമേറിയ ബിസിനസ് ആശയവും മെമ്പർഷിപ്പും സാമ്പത്തിക ആസൂത്രണവുമാണ് വേണ്ടതെന്നും വി.ഡി. സതീശൻ ഓർമ്മിപ്പിച്ചു. നിർമ്മിതി ബുദ്ധിയുടെയും സാങ്കേതിക രംഗത്തെയും വളർച്ച ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നത് സംരംഭക മേഖലയിലാണെന്നും ഇത് കൃത്യമായി മനസ്സിലാക്കി ഉപയോഗപ്പെടുത്താൻ നവ സംരംഭകർക്ക് സാധിക്കണമെന്നും ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തിയ പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. പഴയകാലത്തൊക്കെ വിദ്യാഭ്യാസം കിട്ടാതെ ഏതെങ്കിലും ഒരു സമൂഹം അജ്ഞരായിരുന്നുവെങ്കിൽ അത് വർഷങ്ങൾ കൊണ്ട് ദശകങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന ഒന്നാണ്. എന്നാൽ ഇന്ന് ഫിറ്റസ്റ്റ് വിൽ സർവൈവ്, ഏറ്റവും അധികം മത്സരം നടക്കുന്ന ഈ കാലത്ത് അതിനൊപ്പിച്ച് പോയില്ല എങ്കിൽ വളരെ പുറകോട്ട് പോകും. അതിനധിക സമയമൊന്നും വേണ്ടി വരില്ല. അപ്പോൾ ഈ മത്സര ഓട്ടത്തിൽ നമ്മളെ തന്നെ സ്കെയിലപ്പ് ചെയ്ത് നമ്മളതിനെ പ്രിപ്പയർഡ് ആക്കില്ല, വാമപ്പ് ചെയ്ത് ട്രെയിനിങ് സ്വീകരിച്ച് അതിൻ്റെ വിദ്യ അഭ്യസിച്ച് അതിനൊപ്പം ഓടിയില്ല എങ്കിൽ വളരെ പുറകോട്ട് പോകും. പഴയകാലത്ത് വിജ്ഞാനവും വിദ്യാഭ്യാസവും നേടുക എന്നത് വലിയ വെല്ലുവിളിയായിരുന്നു. എന്നാൽ പുതിയ കാലത്തെ വെല്ലുവിളി നിർമ്മിതി ബുദ്ധി പോലെയുള്ള സാങ്കേതിക വളർച്ചയുടെ സാധ്യതകൾ തിരിച്ചറിയുക എന്നതാണ്. ടെക്നോളജിയെ അവഗണിക്കാൻ ആർക്കും സാധ്യമല്ല. ഇതിനോട് മുഖം തിരിക്കുന്നവർക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധ്യമാകില്ലെന്നും പി.കെ. കുഞ്ഞാലിക്കുട്ടി അഭിപ്രായപ്പെട്ടു. സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് നജീബ് കാന്തപുരം എം.എൽ.എ. നടപ്പാക്കുന്ന പദ്ധതികളെ പ്രതിപക്ഷ നേതാവും ഉപനേതാവും അഭിനന്ദിച്ചു. നജീബ് കാന്തപുരം എം.എൽ.എ. ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വി.എസ്. ജോയ്, അഡ്വക്കേറ്റ് എ.കെ. മുസ്തഫ, വി. ബാബുരാജ്, എ.കെ. നാസർ, പി. ഉണ്ണീൻ, നദീം അഹമ്മദ്, നദീം സഫ്രാൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ സെഷനുകളിലായി പ്രമുഖർ സംസാരിച്ചു. 2 ദിവസങ്ങളിലായി പെരിന്തൽമണ്ണ ഷിഫ കൺവെൻഷൻ സെന്ററിലാണ് സ്കെയിൽ അപ്പ് കോൺക്ലേവ് നടന്നത്. ചമഞ്ഞൊരുങ്ങാം ചമയത്തിനൊപ്പം. ചമയം ടെക്സ്റ്റൈൽസ്, പെരിന്തൽമണ്ണ, മഞ്ചേരി.